വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ക്രൂരമായ ലാത്തിചാർജിലും പെല്ലറ്റ് പ്രയോഗത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിയിൽ ഉറച്ച് പ്രതിപക്ഷം. പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. വെടിവെക്കാൻ ആരാണ് ഉത്തരവിട്ടത് എന്ന് ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, വളരെ കൃത്യമായിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മുദ്രാവാക്യവും ക്വസ്റ്റ്യനും ഉയർത്തിയിട്ടാണോ പ്രതിപക്ഷത്തിന്റെ നിൽപ്പ്? മറുപടി പറയാൻ കേന്ദ്രത്തെ നിർബന്ധിതമാക്കും വിധത്തിൽ. നിഷാദ്, നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവർ എല്ലാവരും പ്രതിഷേധിക്കുന്നതിൻ്റെ ഒരു മുൻവശത്ത് ഒരു ഭണ്ഡാരപ്പെട്ടിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഒരു സമരമുറയ്ക്കാണ് സമാജ്വാദി പാർട്ടി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതായത് പാർലമെന്റിന് മുന്നിൽ ഭണ്ഡാരപ്പെട്ടി വെക്കുന്നത് മുഖേന അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ഇവർ ഭണ്ഡാരക്കൊള്ള നടത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എംപിമാർ ആദ്യം തന്നെ അവരുടെ കൈകളിലുള്ള ചെറിയ നാണയങ്ങളും ചെറിയ നോട്ടുകളും ഈ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ BJP-ക്കാർ അഴിമതി നടത്തുകയാണ്, രാമക്ഷേത്രം കൊള്ളയടിക്കുകയാണ് എന്നുള്ള ഒരു സമരം SP തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യ യോഗത്തിൽ സമാജ്വാദി പാർട്ടി ആദ്യം പറഞ്ഞത് തന്നെ ഈ നീറ്റ് സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളെക്കാൾ പ്രാധാന്യം രാമക്ഷേത്ര ഇതിൽ കൊള്ളയ്ക്ക് തന്നെയായിരിക്കണം. അതാണ് പ്രധാനമായി ചർച്ച നടത്തേണ്ടത്. കാര്യം ഇപ്പോൾ UP തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ സമയത്ത് കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ടത് ഈ രാമക്ഷേത്ര കൊള്ളയിലാണ്. ദൈവത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്നവർ ദൈവത്തെ കൊള്ളയടിക്കുന്നു എന്നാണ് പ്രധാനമായും അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള MPമാർ സമാജ്വാദി പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത MPമാർ എല്ലാവരും ഇന്ത്യ സഖ്യ യോഗത്തിൽ പറഞ്ഞത്. പക്ഷെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞത് ഈ സമരത്തിനോടൊപ്പം തന്നെ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം കൂടിയേ തീരൂ. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതുകൂടാതെ പെല്ലറ്റ് ആക്രമണം നടന്നിട്ടില്ല എന്നുള്ള ഒരു ധ്വനി തന്നെയാണ് നടത്തിയത്. അതായത് ഒരാളും വെടിവെച്ചില്ല, ഒരാളും ഉത്തരവിട്ടില്ല എന്നുകൂടിയാണ് പറയുന്നത്. ഇത് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തരത്തിൽ തന്നെയുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടായത്. മാത്രമല്ല, ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും സഭയിൽ വലിയ കടുത്ത പ്രതിഷേധം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അമിത്ഷായും മോദിയും വരുന്നില്ല എന്ന് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ചോദ്യം. സമാജ്വാദി പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അവർ പറയുന്നത്